കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. MC റോഡിൽ വെള്ളൂർക്കുന്നം മുതൽ മണ്ണൂർ വരെയുള്ള പ്രദേശം തകർന്ന നിലയിൽ. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. MC റോഡിൽ മൂവാറ്റുപുഴ മുതൽ പെരുമ്പാവൂർ വരെയുള്ള പ്രദേശം പൂർണ്ണമായി തകർന്നതോടെ ഉടൻ റോഡ് നവീകരണ നടപടികൾ ആരംഭിക്കണമെന്ന് മുൻ MLA. വെള്ളൂർക്കുന്നം മുതൽ മണ്ണൂർ വരെയുള്ള ഭാഗമാണ് കൂടുതലും തകർന്നിട്ടുള്ളത്. പള്ളിച്ചിറങ്ങര, പള്ളിപ്പടി, വാഴപ്പിള്ളി, കാവുംപടി, പള്ളിത്താഴം, പേഴയ്ക്കാപ്പിള്ളി എന്നിവിടങ്ങളിൽ വൻ ഗർത്തം രൂപപ്പെട്ടിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. മഴക്കാലത്തിന് മുൻപേ നടക്കേണ്ട ഓട ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ റോഡ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സ്പീഡ് ബ്രേക്കർ ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ലെന്നും MC റോഡിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ പായിപ്ര പഞ്ചായത്തും മൂവാറ്റുപുഴ നഗരസഭയും സ്വീകരിക്കാത്തതിനാൽ റോഡ് മുഴുവൻ ഇരുട്ടിലാക്കിയെന്നും 2017 ശബരി പാക്കേജിൽ ഉൾപ്പെടുത്തി 15 കോടി ചെലവിൽ റോഡ് നവീകരിച്ച ശേഷം നാളിതുവരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയും നടക്കാതെ പോയത് അലംഭാവം മൂലമാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആയിരക്കണക്കിനായിട്ടുള്ള മനുഷ്യരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ അടിയന്തരമായി MC റോഡ് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. 2017 ഞാൻ MLA ആയിരുന്ന സന്ദർഭത്തിലാണ് 15 കോടി രൂപ ശബരി പാക്കേജിൽ അനുവദിച്ചാണ് മൂവാറ്റുപുഴ മുതൽ റോഡ് മണ്ണൂർ വരെയുള്ള ഭാഗം നല്ല ഒന്നാന്തരമായി അത് നവീകരിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഗൗരവമുള്ള ഒരു വർക്കും MC റോഡിനകത്ത് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപകടങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുകയാണ്. കുഴികൾ രൂപപ്പെടുന്നതോടുകൂടി ഇരുചക്ര യാത്രക്കാരുൾപ്പെടെ വലിയ ഗർത്തത്തിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാലവർഷക്കെടുതിയെ തുടർന്ന് റോഡ് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോയിട്ടുണ്ട്. അപകട സൂചന ബോർഡുകൾ ഒരു സ്ഥലത്തുമില്ല, സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല, ട്രാഫിക് പോലീസിൻ്റെ സേവനം പായിപ്ര കവല ഉൾപ്പെടെയുള്ള സ്ഥലത്തില്ല. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, മണ്ണൂർ മുതലെങ്കിൽ നോക്കിയാൽ തൃക്കളത്തൂർ, കാവുംപടി ജംഗ്ഷൻ, പള്ളിച്ചിറങ്ങര, പള്ളിപ്പടി ജംഗ്ഷൻ, പേഴയ്ക്കാപ്പള്ളി കവല, വാഴപ്പള്ളി കവല, വെള്ളൂർക്കുന്നം ജംഗ്ഷൻ ഉൾപ്പെടെ മുട്ടിന് എല്ലായിടത്തും ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് അധികൃതരുടെ അശ്രദ്ധ മൂലം നിരവധി അപകടങ്ങൾ പെരുകി. കഴിഞ്ഞ 2 വർഷത്തിനിടെ വിവിധ വാഹനാപകടങ്ങളിലായി നിരവധി പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടായിട്ടും പൊതുമരാമത്ത് മെയിൻ്റനൻസ് വിഭാഗം കുഴിയടയ്ക്കാത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്നും തകർന്നടിഞ്ഞ MC റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. പായിപ്ര പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും പരിധിയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട MC റോഡ് എന്ന നിലയിൽ, പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ റോഡാണെങ്കിലും കൂരിരുട്ടിലാണ്, ഒരു ലൈറ്റും കത്താത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു കാലത്ത് സ്ഥാപിച്ച വഴിവിളക്കുകൾ അത് അണഞ്ഞു കിടക്കുമ്പോൾ അതിനെ റിപ്പയർ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി വെളിച്ചം കൊണ്ടുവരുന്നതിന് ഒരു ഗൗരവമേറിയ ഇടപെടൽ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പായിപ്ര പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും ചെയ്യുന്നില്ല. MLA ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ നിശബ്ദത പരിപൂർണമായി വെടിഞ്ഞ് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ ശക്തമായ ജനങ്ങളുടെ രോഷം ഉറപ്പായിട്ടും ഇതിൻ്റെ അധികാരികൾ നേരിടേണ്ടതായിട്ട് വരും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.